നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലേബർ സെസ് അടവാക്കുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ബിൽഡിങ്ങിൻ്റെ കംപ്ലീഷൻ സമയം ആകുമ്പോൾ കംപ്ലീഷൻ പ്ലാൻ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് പെർമിറ്റ് ലഭിച്ച ഒരു ബിൽഡിങ്ങിന് ലേബർ സെസ് അടവാക്കണം. അത് അടച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒക്യുപ്പൻസി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നമ്മൾ സിറ്റിസൺ ലോഗിനിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബിൽഡിംഗ് ഓണർ സിറ്റിസൺ ലോഗിനിൽ പോയതിന് ശേഷം അപ്ലൈ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ബിൽഡിംഗ് സെസ് അതിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ബിൽഡിംഗ് സെസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ന്യൂ അസസ്മെൻറ്റ് ഫോം 1 ഇതിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. പുതിയ ബിൽഡിംഗ് ആകുമ്പോൾ ഇതിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിനു ശേഷം ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. ലോക്കൽ ബോഡി മുനിസിപ്പാലിറ്റി സെലക്ട് ചെയ്തു. ഏത് മുനിസിപ്പാലിറ്റി ആണെന്നുള്ളത് കാണിച്ചു കൊടുക്കുക. തിരൂർ താലൂക്കാണ്. വാർഡ് നമ്പർ 15. നമുക്ക് പെർമിറ്റ് ലഭിച്ച നമ്പർ അല്ലെങ്കിൽ റെഗുലറൈസേഷൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് കൊടുക്കുക. അതിനുശേഷം റെഗുലറൈസേഷൻ പ്ലാൻ സമർപ്പിച്ച ഡേറ്റ്, അത് ഇനിയിപ്പോൾ റെഗുലറൈസേഷൻ ആണെങ്കിൽ അത് പെർമിറ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. പെർമിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ കൊടുത്ത ഡേറ്റാണ് അവിടെ കാണിക്കേണ്ടത്. അത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഓണറുടെ നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ, ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് സ്പീഡിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊന്നും കൂടുതൽ വലിച്ചു നീട്ടി പറയാനുള്ള കാര്യങ്ങളില്ലാത്തതുകൊണ്ട് മുനിസിപ്പാലിറ്റി ആണെന്നുള്ളത് സെലക്ട് ചെയ്ത് ഏത് മുനിസിപ്പാലിറ്റി ആണെന്ന് കൊടുക്കുക. സോണൽ ഓഫീസ്, മെയിൻ ഓഫീസ് കൊടുക്കുക. വാർഡ് നമ്പർ വീണ്ടും ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിനുശേഷം ഹൗസ് നെയിം, സ്ട്രീറ്റ് നെയിം, നമ്മൾ വീട് നിൽക്കുന്ന സ്ട്രീറ്റ് നെയിമാണ് ചോദിക്കുന്നത്. ലോക്കൽ പ്ലേസ്, മെയിൻ പ്ലേസ്, പോസ്റ്റ് ഓഫീസ്, ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സേവ് കൊടുക്കുക. ഞാനിത് ഓൾറെഡി സെസ് അടച്ച് കഴിഞ്ഞ ഫയലാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി ചെയ്ത് കാണിക്കാം. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് കൊടുത്തതിന് ശേഷം ഇവിടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിൽ ബിൽഡിങ്ങിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നോ എന്ന് തന്നെ കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. പ്രൊസീഡ് കൊടുക്കുക. പെർമിറ്റ് ഡീറ്റെയിൽസ്, ബിൽഡിംഗ് നെയിം, ഇതിലൊരു പേര് കൊടുക്കുക. ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, ഇത് ന്യൂ കൺസ്ട്രക്ഷൻ ആണ്. നമുക്ക് റെഗുലറൈസേഷൻ മൊത്തത്തിൽ റെഗുലറൈസ് ചെയ്യുകയാണെങ്കിലും ഫുള്ളായിട്ട് പെർമിറ്റ് ആണെന്നുണ്ടെങ്കിൽ റെഗുലറൈസേഷൻ ആണ്. അതിൽ എക്സിസ്റ്റിംഗ് ഏരിയ ഒക്കെ വരുന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ കാണിക്കട്ടോ. അതിനുശേഷം ടൈപ്പ് ഓഫ് ബിൽഡിംഗ്, റെസിഡൻഷ്യൽ ആണെങ്കിൽ അത് കൊടുക്കുക. നോൺ റെസിഡൻഷ്യൽ ആണെങ്കിൽ ഇപ്പോൾ കൊമേഴ്ഷ്യൽ ആൻഡ് അതേഴ്സ് അതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് നമുക്ക് പെർമിറ്റ് ലഭിച്ച ഏരിയ കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ മാറ്റം വരരുത് കേട്ടോ. ഈ ഏരിയയ്ക്ക് അനുസരിച്ചാണ് സെസ് കാൽക്കുലേറ്റ് ചെയ്ത് വരിക, എത്ര എമൗണ്ട് ആണെന്നുള്ളത്. അത് ചെയ്തതിനു ശേഷം സേവ് കൊടുക്കുക. അതിനുശേഷം കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ എത്ര വർക്കേഴ്സാണ് നമ്മളെ ബിൽഡിങ് പണി കഴിപ്പിക്കുന്നതിന് മൊത്തത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഏകദേശം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് കൊടുക്കുക. ഏകദേശം ഒരു കംപ്ലീറ്റ് ചെയ്ത ഡേറ്റ് കാണിക്കുക. അതിനുശേഷം പെർമിറ്റിൻ്റെ കോപ്പി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് പെർമിറ്റ് ലഭിച്ച കോപ്പി ഉണ്ടായിരിക്കും, അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുക. ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് വെച്ച ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഉറപ്പ് വരുത്താൻ, എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനുള്ള കണ്ടോ, ഇവിടെ കണ്ടോ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇപ്പോഴും ഗ്രീൻ ടിക്ക് വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷം പ്രൊസീഡ് കൊടുത്താൽ മാത്രമേ അവിടെ ടിക്ക് വരുള്ളൂ. അതിനുശേഷം ഡിക്ലറേഷനാണ്. എമൗണ്ട് വന്നിട്ടുണ്ട് 18,931 പറഞ്ഞിട്ട് എമൗണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ എഗ്രി കൊടുത്തതിന് ശേഷം ഓണറുടെ നമ്പറിലേക്ക്, മൊബൈൽ നമ്പറിലേക്ക് OTP വരും. നമ്മൾ സിറ്റിസൺ ലോഗിനായിട്ട് കണക്ട് ചെയ്ത നമ്പർ തന്നെ കൊടുക്കണം കേട്ടോ. ലോഗിൻ ഉണ്ടാക്കിയിട്ടുള്ള നമ്പർ തന്നെ കൊടുക്കണം. ആ OTP ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ
പേയ്മെൻറ്റ് നമുക്ക് അടയ്ക്കാനുള്ള പേ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. അതിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, QR കോഡൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ UPI കോഡ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി അടച്ച് കഴിഞ്ഞതുകൊണ്ട് ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നില്ല. അതും കൂടി ഇത് ക്ലിക്ക് ചെയ്ത് OTP അടിച്ച് കഴിഞ്ഞാൽ നേരെ പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനേ ഉള്ളൂ, ഫീസ് അടയ്ക്കാനുള്ളൂ. അതൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലേബർ സെസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാനുള്ളത്. പലരും ഇത് അറിയാതെ, ഇത്ര ചെറിയ കാര്യം ചെയ്യാനുള്ളൂ എന്നുള്ളത് അറിയാതെ അക്ഷയയിലൊക്കെ ക്യൂ നിന്ന് ചെയ്യുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല, എല്ലാവർക്കും വീട്ടിലിരുന്ന് ചെയ്യാം എന്നുള്ളതൊന്ന് മനസ്സിലാക്കി തരാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.